എടാ അരുണിന്റെ കാര്യം നീ അറിഞ്ഞായിരുന്ന? അരുണന്റെ എന്തെങ്കിലും കുറ്റമാണ് നീ പറയാൻ വരുന്നതെങ്കിൽ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്താ കളിയാ അങ്ങനെ ഒരു ടോക്ക്? നീയൊന്ന് ആലോചിക്കുക. ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് അവന്റെ കുറ്റം പറയുന്നു, വേറെ എവിടെയെങ്കിലും നിന്ന് അവൻ നമ്മളെ രണ്ടുപേരുടെയും കുറ്റം പറയുന്നില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണമെന്നറിയാവോ? നമ്മൾ ആരുടെയും കുറ്റം പറയാൻ പാടില്ല. അപ്പൊ വേറെ ആരും എവിടെയും നിന്നും നമ്മുടെ കുറ്റവും പറയത്തില്ല. നമ്മൾ അവരുടെ കുറ്റം പറയാതെ അവര് നമ്മുടെ കുറ്റം പറഞ്ഞാലോ? നമ്മൾ അവരുടെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ അവര് നമ്മുടെ കുറ്റം പറയില്ല. ഇതൊരു പ്രകൃതി നിയമമാണ്. ഇതിന് ലോ ഓഫ് കർമ്മ എന്ന് പറയും. മനസ്സിലായോ? അങ്ങനെയൊക്കെ ലോ ഉണ്ടാ? അങ്ങനെയൊക്കെ ഒരുപാട് ലോ ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. വേറൊരു ലോ ആണ് ലോ ഓഫ് അട്രാക്ഷൻ. അതൊന്നും അറിയാവോ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെ അത് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കും. അങ്ങനെയാണെങ്കിൽ ഇത്തവണത്തെ പൂജാ ബമ്പർ എനിക്ക് അടിക്കണമെന്ന് വിചാരിച്ചാൽ അതങ്ങ് നടക്കുവോ? നീ വെറുതെ ലോയെ കളിയാക്കി ദോഷം പിടിച്ചു വെക്കല്ലേ. എന്നൊരു കാര്യം ചെയ്യ്, നീ വേറെ കുറെ ലോഫ് കൂടെ പറ. അതാകുമ്പോ എനിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവും. ലോ ഓഫ് കർമ്മ, പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ, അത് കഴിഞ്ഞ് ലോ ഓഫ്... അപ്പൊ നിനക്കും അറിയത്തില്ല. എടാ നിൽറ, എനിക്ക് ഒരു ഫോൺ വരുന്നു, ഒരു മിനിറ്റ്. സാർ. അച്ഛാ സാർ, ടൈം വന്നേടാ. നീ ഞാൻ നേരത്തെ പറഞ്ഞ ലോസിനേക്കാളും ഒക്കെ വളരെ പ്രധാനപ്പെട്ടൊരു ലോ ഉണ്ട്. എന്തെന്നറിയാവോ? നമ്മുടെ നാട്ടിലെ ലോ. നീ ഇന്നലെ ആ സോണിയുടെ വീട്ടിലെ മതിൽ ചാടിയല്ലേ? എന്നിട്ട് അവിടെ ആങ്ങളെ പൊക്കിയപ്പം എന്റെ പേരും പറഞ്ഞിട്ട് ഓടി. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചായിരുന്നു. ഉച്ച കഴിഞ്ഞങ്ങ് ചെല്ലണം. നമ്മൾ രണ്ടുപേർക്കും കൂടെ പോവാം കേട്ടോ.